നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എരിവ് ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമ്മൾ ഇതിലേക്കൊന്നും ചേർക്കേണ്ട, അത്യാവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. നമുക്കിതൊരു നല്ലൊരു ബോട്ടിലിട്ടിട്ട് അടച്ചു വെക്കാം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? വാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മാങ്ങാച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി മാങ്ങാച്ചാറിന്റെ റെസിപ്പിയാണ്. അത് കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീഡിയോ കണ്ടാലോ? അച്ചാറിന് ആവശ്യമുള്ള മാങ്ങ നമുക്ക് അരിഞ്ഞെടുക്കാം. നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയണ്ട, ഒരു അത്യാവശ്യം വലിപ്പത്തിന് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോഴാണ് അച്ചാർ ഇടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഭയങ്കര ചെറുതായി പോയാല് കുറച്ച് ചെറിയൊരു കഷ്ണങ്ങളായി പോലെ, ഒരു അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് നല്ല പുളിയുള്ള മാങ്ങയല്ല കേട്ടോ, ഒരു മീഡിയം പുളിയുള്ള ഒരു മാങ്ങയാണ്. നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങയാണ്. ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് മുഴുവൻ മാങ്ങ ഇങ്ങനെ അരിഞ്ഞെടുക്കാം. നമ്മളൊരു 4 മാങ്ങയാണ് അച്ചാറിന് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള മാങ്ങ തന്നെയാണ്. മാങ്ങയിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു 2 മണിക്കൂർ മാങ്ങ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇതിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ച് കിട്ടും. ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മാങ്ങയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ട് മാങ്ങ നന്നായിട്ട് തന്നെ ഉപ്പ് പിടിച്ച് കിട്ടും. എന്നിട്ട് നമുക്കിത് 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് അച്ചാറിടാം. അച്ചാറിടാനായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. കുറച്ച് കൂടുതൽ തന്നെ നല്ലെണ്ണ വേണം കേട്ടോ അച്ചാറിടുമ്പോൾ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നല്ലോണം പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവി നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 20 വെളുത്തുള്ളിയോളം നമ്മൾ എടുത്തിട്ടുണ്ട്. 4 മാങ്ങയ്ക്ക് നമ്മളൊരു 20 വെളുത്തുള്ളിയോട്ട് എടുത്തിട്ടുള്ളത്. 2ആയിട്ട് കീറി എടുത്തതാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം ഈ ഒരു പരുവാകുന്ന വരെ നന്നായിട്ട് മൊരിപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്താൽ അച്ചാർ വേഗം കേടായി പോട്ടെ. ഇതൊക്കെ ഒരു തണുത്ത പോലെ ആയി കിടക്കും അച്ചാറിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ അച്ചാർ കേടാവും. ഇങ്ങനെ നല്ലോണം മൊരിപ്പിച്ചെടുത്താൽ കുറേ ദിവസം കേട് കൂടാതെ ഇരിക്കും കേട്ടോ അച്ചാർ. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ മുളക് പൊടിൻ്റെ എരിവ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ മുളക് പൊടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. മുളക് പൊടി ഇതൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്ക് ഈ
വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ച് ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ഈ മാങ്ങ നമ്മൾ 2 മണിക്കൂർ ഉപ്പിട്ട് വെച്ച മാങ്ങയാണ്. കുറച്ച് കൂടുതൽ സമയം വെക്കാൻ പറ്റുമെങ്കിൽ അത്ര സമയം വെച്ചാൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടു. അപ്പം അത്യാവശ്യം മാങ്ങയിലേക്ക് ഉപ്പൊക്കെ കയറിയിട്ടുണ്ട്. ഇതാ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാങ്ങ ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ചൂടാക്കി എടുക്കുന്നില്ല. ഞാൻ ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം അച്ചാർ നമുക്ക് കടിക്കാനൊരു നല്ലൊരു സുഖമുള്ള ഇതിലേക്ക്, മറ്റേതൊന്ന് വാടിയ പോലെ ആയിപ്പോവും മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മിക്സ് എല്ലാ സ്ഥലത്തും ആവുന്ന പോലെ എരിവൊക്കെ നന്നായിട്ട് പിടിക്കുന്ന പോലെ ഇളക്കി കൊടുക്കുക. ഉപ്പ് നമ്മൾ ഇനി ചേർക്കേണ്ട, ആവശ്യത്തിന് ഉപ്പ് മാങ്ങയിൽ ഇട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഉപ്പുണ്ടാവും. അതേപോലെ ഇതാ മാങ്ങേൻ്റെ വെള്ളമൊക്കെ അതങ്ങനെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അച്ചാറിന് ആവശ്യത്തിന് വെള്ളത്തിൽ ഉപ്പുവെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവും. അച്ചാർ ഇടുമ്പോൾ എപ്പോഴും നമ്മൾ നല്ലെണ്ണ വേണം ഉപയോഗിക്കാനായിട്ട്. വെളിച്ചെണ്ണയോ ഓയിലൊക്കെ എടുത്താൽ അച്ചാർ പെട്ടെന്ന് തന്നെ കേടുവരും. ഈ അച്ചാർ നമുക്ക് ഇപ്പം തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. മാങ്ങയിലൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള അച്ചാറാണിത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എരിവ് ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമ്മൾ ഇതിലേക്കൊന്നും ചേർക്കേണ്ട, അത്യാവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്കിതൊരു നല്ലൊരു ബോട്ടിലിട്ടിട്ട് അടച്ചു വെക്കാം. നമ്മൾ അച്ചാർ ഇതൊരു ചില്ലിൻ്റെ ബോട്ടിലാണ് ഇട്ട് വെക്കുന്നത്. എപ്പോഴും അച്ചാർ നമ്മൾ സൂക്ഷിക്കുമ്പോൾ ചില്ലിൻ്റെ കുപ്പിയിൽ ഇട്ടിട്ട് അടച്ചു വെക്കുന്നത് കേട്ടോ കുറച്ചും കൂടെ നല്ലത്. നമുക്കിത് ഈ ബോട്ടിലേക്ക് ആക്കി വെക്കാം. നന്നായി തണുത്തതിന് ശേഷം വേണം നമ്മൾ ബോട്ടിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിൽ വിനാഗിരി ഒഴിച്ചിട്ടില്ല. വേണ്ടവർക്ക് വിനാഗിരി ഒഴിക്കുക. വിനാഗിരി ഒഴിച്ചിട്ടില്ലെങ്കിലും അച്ചാർ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുന്നില്ല. കുറേ ദിവസം കേടുകൂടാതിരിക്കും. നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. ആവശ്യത്തിന് കുറച്ച് പുറത്തേക്ക് എടുത്താൽ മതി. ഒരു 2 മാസത്തോളം വിനാഗിരി ഒഴിച്ചില്ലെങ്കിലും ഈ അച്ചാർ ഇങ്ങനെ അലിഞ്ഞു പോവാതെ കഷ്ണങ്ങളൊന്നും അലിഞ്ഞു പോവില്ല. കുറച്ച് മാങ്ങയല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തീരും. നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഇട്ടതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീരും. അച്ചാർ പൊടി ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല, മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് തന്നെ നല്ല മണമുണ്ട് കേട്ടോ. നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ട് അച്ചാർ. ഇത് നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മാങ്ങച്ചാർ ഇതോടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. നമ്മളെപ്പോഴും കടയിൽ നിന്ന് തന്നെയല്ലേ വാങ്ങല്. കടയിൽ നിന്ന് വാങ്ങുന്നതിനായിട്ട് കുറച്ചും കൂടെ നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇപ്പോൾ ഒരുപാട് മാങ്ങകൾ നമ്മളെ കടയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ കുറച്ച് മാങ്ങ വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.